സയൻസ് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളിൽ നമുക്കെപ്പോഴും ദൈവീകത്വം ഫീൽ ചെയ്യും. ഇതിനാണ് ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് എന്ന് പറയുന്നത്. ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മിലിറ്ററി സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്ന സെൻസർ ഉണ്ട്. അത് ഇൻഫ്രാറെഡ് ലൈറ്റ് സെൻസറാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഭൂമിയിൽ നടക്കുന്ന പല ആക്ടിവിറ്റികളെ മിലിറ്ററി സാറ്റലൈറ്റുകൾ ട്രാക്ക് ചെയ്യുന്നത്. പണ്ടൊക്കെ മിലിറ്ററി സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിരുന്ന ഈ ഇൻഫ്രാറെഡ് സെൻസറിന് കാട്ടുതീ പോലെയുള്ള വലിയ രീതിയിൽ ഇൻഫ്രാറെഡ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങൾ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. കാരണം ഭൂമിയിലെ ഇത്രയും ചെറിയ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള സെൻസർ കപ്പാസിറ്റി അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ മിലിറ്ററി സാറ്റലൈറ്റുകളുടെ സെൻസിറ്റിവിറ്റി ഒരു ജീവി നടന്നു പോയ ഫുട് പ്രിന്റ് വരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ്. അതായത് ആ ജീവിയുടെ ശരീരത്തിന്റെ ഊഷ്മാവ് കാരണം ആ നടന്നു പോകുന്ന ഫുട് പ്രിന്റുകളിൽ നിന്ന് ചെറിയ തോതിൽ ഇൻഫ്രാറെഡ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ മിലിറ്ററി സാറ്റലൈറ്റിന് ആ ഫുട് പ്രിന്റ് ആ ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിനർത്ഥം ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഭൂമിയിൽ നിന്ന് കിലോമീറ്റർ അകലെ നിൽക്കുന്ന സാറ്റലൈറ്റ് വരെ പണ്ടും എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അത് സെൻസ് ചെയ്യാനുള്ള സെൻസറി കപ്പാസിറ്റിയിലേക്ക് നമ്മുടെ ശാസ്ത്രം അന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം. അന്ന് നമ്മൾ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഇൻഫ്രാറെഡ് റേഡിയേഷന് ഇത്ര ദൂരം സഞ്ചരിക്കാനുള്ള ശേഷിയില്ല എന്നല്ലേ ചിന്തിച്ചിട്ടുണ്ടാവുക. യഥാർത്ഥത്തിൽ നമ്മുടെ സെൻസറിന് അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു എന്നതായിരുന്നു വസ്തുത. ആൽബർട്ട് ഐൻസ്റ്റൈന്റെ സിദ്ധാന്തം അനുസരിച്ച് നോക്കിയാൽ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ്. അതായത് ഈ ഭൂമിയിൽ നിന്ന് മുന്നോട്ട് സഞ്ചരിച്ചു പോകുന്ന ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനുകളെ എത്ര ദൂരെ അതെത്തിയാലും അത് നശിച്ചു പോവുകയില്ല. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക മാത്രമാണ് ആ എനർജിക്ക് സംഭവിക്കുക. സയൻസിന് ഡിഫൈൻ ചെയ്യാത്ത എല്ലാത്തിനെയും ദൈവീകമായി കണക്കാക്കുന്നതിനെയാണ് ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ദ ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് ഫിനോമിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ബ്രെയിൻ വേവ് കണക്ടിവിറ്റി. ഇന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെൻസേഴ്സ് ഉപയോഗിച്ച് ബ്രെയിൻ വേവുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 4 തരം ബ്രെയിൻ വേവുകളാണ് പറയുന്നത്. ആൽഫ, ബീറ്റ, ഡെൽറ്റ, തീറ്റ, ഇങ്ങനെ 4 തരം ബ്രെയിൻ വേവുകളാണ് പറയുന്നത്. പക്ഷേ ഈ ബ്രെയിൻ വേവുകൾ നമ്മുടെ തലയിൽ നിന്ന് പരമാവധി 1-2 സെന്റിമീറ്റർ വരെ മാത്രം സഞ്ചരിക്കാൻ ശേഷിയുള്ള വളരെ വീക്ക് ആയിട്ടുള്ള ബ്രെയിൻ വേവ്സ് ആണെന്നാണ് ഇന്ന് ശാസ്ത്രം മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്കിതിനെ നേരത്തെ പറഞ്ഞ മിലിറ്ററി സാറ്റലൈറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷനുകളെ ഐഡന്റിഫൈ ചെയ്ത സംഭവമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഈ ബ്രെയിൻ വേവുകൾ എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ടെന്നോ ഈ ബ്രെയിൻ തമ്മിൽ എത്രമാത്രം കണക്ടിവിറ്റി ഉണ്ടെന്നോ ഇന്നത്തെ ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം ഇതിനെ മനസ്സിലാക്കാൻ. ഇതിന് വെറും സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളാൻ ശാസ്ത്രം അവിടം വരെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ മിലിറ്ററി സാറ്റലൈറ്റിന്റെ ഇൻഫ്രാറെഡ് സെൻസറി കപ്പാസിറ്റിയെ കുറിച്ചുള്ള സംഭവം വിശദീകരിച്ചത്. ശാസ്ത്രത്തിന് ഒരിക്കൽ അസാധ്യം എന്ന് തോന്നിയിരുന്ന പല വസ്തുതകളും പിന്നീട് സത്യമാണ് എന്ന് മനസ്സിലാക്കിയ പല സിറ്റുവേഷനും നമുക്കുണ്ടായിട്ടുണ്ട്. നിക്കോള ടെസ്ല വയേഴ്സ് ഉപയോഗിച്ചല്ലാതെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് എല്ലാവരും അതൊരു വലിയ മണ്ടത്തരമായിട്ടാണ് ചിന്തിച്ചത്. വയറുകളിൽ കൂടെ അല്ലാതെ ഒരിക്കലും ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അന്ന് ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ബ്ലൂടൂത്തും ഫോണും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കിത് വളരെ ലളിതമായ ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വയേഴ്സ് ഇല്ലാതെ തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പോസിബിൾ ആണ് എന്നുള്ളത്. ഇത്തരത്തിൽ പാസ് ചെയ്ത് പോകുന്ന വേവ്സിനകത്ത് എന്തുമാത്രം ഇൻഫർമേഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ചിന്തിച്ചാൽ ബ്രെയിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ബ്രെയിൻ വേവുകളിലും എന്തുമാത്രം ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതിനെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയുള്ള വെറും ഒരു വേവ് മാത്രമായി നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനുള്ളിൽ ഒരുപാട് ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള തോട്ട് പ്രോസസ്സാണ് നമുക്ക് വേണ്ടത്. മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ FM റേഡിയോ എന്നൊരു ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ FM റേഡിയോ വേവ്സിൽ നിന്ന് പാട്ട് കേൾക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ വെറുതെ ഒരു FM റേഡിയേഷനെ എടുത്ത് അനലൈസ് ചെയ്താൽ വെറും ഒരു വേവ് മാത്രമായിട്ടായിരിക്കും നമ്മൾ ആ FM വേവിനെ മനസ്സിലാക്കുന്നത്. ഇതുപോലെ എല്ലാ ബ്രെയിനുകളിൽ നിന്നും പുറത്തേക്ക് ബ്രെയിൻ വേവുകൾ പ്രവഹിക്കുന്നുണ്ട്. ഈ ബ്രെയിൻ വേവുകളെ വെറുതെ ഒരു ആൽഫ വേവ് അല്ലെങ്കിൽ ബീറ്റ വേവ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ ഇന്നത്തെ EEG മെഷീനുകൾക്ക് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ എല്ലാ ബ്രെയിനുകളും തമ്മിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ബ്രെയിൻസ് തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ ഈ ബ്രെയിൻ വേവുകളിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിലൂടെ നിങ്ങൾക്ക് മറ്റു മനുഷ്യരിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇൻഫ്ലുവൻസിനും സ്വാധീനത്തിനും മാറ്റം വരുത്താൻ സാധിക്കില്ലേ? ഇത്തരത്തിൽ ബ്രെയിൻ വേവുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ചിന്താ മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ യാഥാർത്ഥ്യമാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ വേവുകളെ മോഡിഫൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ യാഥാർത്ഥ്യമാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പരിത്രാണായ എന്ന ഈ യാത്രയിൽ കൂടെ ചേർന്നോളൂ.